Good morning, dears. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഫങ്ഷൻസിൻ്റെ ബേസിക് നേച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കോഴ്സിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ഒരു ഫംഗ്ഷനോട് എങ്ങനെ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുത്ത് അവർ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ഫങ്ഷൻസിൻ്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഫങ്ഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. കോമ്പോസിഷൻ എന്നുള്ള വേർഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ ചില ഫങ്ഷൻസിനെ നമ്മളിവിടെ കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസിനെ അല്ലെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസിനെ കമ്പൈൻ ചെയ്യാൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അല്ലേ. ഒന്നുകിൽ അവരെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്നിനെ മറ്റൊന്നിലേക്ക് അല്ലെങ്കിൽ ഒരു ഫങ്ഷനെ മറ്റേതിലേക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നിൻ്റെ ഉള്ളിലേക്ക് കോമ്പോസിറ്റ് ചെയ്യാണ് രണ്ടാളെയും കൂടെ. അപ്പോൾ നമുക്കത് എന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ്, അപ്പോൾ ഡെഫിനിഷൻസ്, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെക്ക് ചെയ്യാം. ഹിയർ നമ്മുടെ ഡെഫിനിഷൻ ആ ഗ്രീൻ ബോക്സിനകത്ത് കാണാം. നോക്കാം. ഗിവൺ ഫങ്ഷൻസ് എഫ് ഓഫ് യു ആൻഡ് ജി ഓഫ് എക്സ്, ദ കോമ്പോസിഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ഫോംഡ് ബൈ substituting u equal to g of x for u in the formula for f of u. അപ്പോൾ ഇതിനകത്ത് ഡെഫിനിഷനിൽ എന്താ പറയുന്നത്, രണ്ട് ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് വേരിയബിൾസിലുള്ള രണ്ട് ഫങ്ഷൻസ് എഫ് ഓഫ് യുവും ജി ഓഫ് എക്സും. ഈ എഫ് ഓഫ് യുവിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും കോമ്പോസിഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നായിരിക്കും. അപ്പോൾ ഈ കോമ്പോസിഷൻ വിൽ ബി എ ഫങ്ഷൻ ഓഫ് എക്സ്. പക്ഷേ അതിനകത്ത് എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ് യു എന്നാണ്. അപ്പോൾ നമ്മൾ ആ യു ഈക്വൽ ടു ജി ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളവിടെ കാൽക്കുലേഷൻസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ തൽക്കാലം ആ ഡെഫിനിഷൻ മാത്രം ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആ മുകളിലത്തെ പാരഗ്രാഫ് നോക്കാം. നമുക്ക് ചില സിറ്റുവേഷൻസിൽ ചില ഫങ്ഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഫങ്ഷൻ്റെ വേരിയബിൾ മറ്റൊരു ഫങ്ഷനായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു സിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സിറ്റിയിലെ പോപ്പുലേഷൻ പി ആണ്. അപ്പോൾ ആ സിറ്റിക്കകത്തെ കാർബൺ മോണോക്സൈഡിൻ്റെ ഡെയിലി ലെവൽ ഈസ് എ ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ എത്ര പേര് ആ സിറ്റിയിലുണ്ടോ ആ നമ്പർ ഓഫ് പീപ്പിളിലുള്ള ഇത് ഈച്ച് പീപ്പിൾ ക്യാൻ കോൺട്രിബ്യൂട്ട് കാർബൺ മോണോക്സൈഡ് ലെവൽ അല്ലേ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ലെവൽ ഫങ്ഷൻ സി ഇസ് എ ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ പി. പക്ഷേ ആ സിറ്റിയിലെ ഓരോ വർഷത്തെയും പോപ്പുലേഷൻ ഇയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് 2001 ഇപ്പോൾ നമ്മൾ 2001 തുടങ്ങുന്നത് 2001 10% ഇൻക്രീസ് ആയിരിക്കും 2002 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷവും 10% ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഓരോ വർഷത്തിനേക്കാളും 10 പീപ്പിൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 10,000 പീപ്പിൾ കമ്മിങ് ഇയറിൽ കൂടുതലായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പെർട്ടിക്കുലർ ഇയറിനേക്കാളും പ്ലസ് അല്ലെങ്കിൽ അതുമായി ആ ഇയറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫങ്ഷനായിരിക്കും പോപ്പുലേഷൻ എന്ന് പറയുന്നത്, ആ സിറ്റിക്കകത്ത് പോപ്പുലേഷൻ. അപ്പോൾ നമ്മുടെ ഇവിടെ എക്സാമ്പിളിനകത്ത് പറയുന്നത് നോക്കൂ. സപ്പോസ് എൻവയോൺമെൻ്റലിസ്റ്റ് എസ്റ്റിമേറ്റ് ദാറ്റ് വെൻ p,000 people live in a certain city, the average daily level of carbon monoxide in the air will be C of P parts per million, and that separates demographic studies indicates that population in T years will be P of T 1000. അപ്പോൾ ഇവിടെ നോക്കുക, കാർബൺ മോണോക്സൈഡ് ലെവൽ ഈസ് എ ഫങ്ഷൻ ഓഫ് പി, ബട്ട് പി ഈസ് എ ഫങ്ഷൻ ഓഫ് ടി. അപ്പോൾ ശരിക്കും നമ്മൾ ഈ എഴുതി വരുമ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് എഴുതാറ്, ശരിക്കും നമ്മളിവിടെ എഴുതുമ്പോൾ എന്താ വരിക, നമുക്ക് നമുക്കിവിടെ എഴുതുമ്പോൾ സി ഓഫ് പി എന്നാണ് എഴുതേണ്ടത് അല്ലേ. പക്ഷേ ആക്ച്വലി പി ഈസ് എ ഫങ്ഷൻ ഓഫ് ടി. അപ്പോൾ ഇതിനെ നമുക്ക് ശരിക്കും എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക, സി ഓഫ് പി ഓഫ് ടി എന്ന് വേണം ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നോക്കുക, ഇവിടെ പോപ്പുലേഷൻ പി ഈസ് എ ഫങ്ഷൻ ഓഫ് ടി ആൻഡ് സി ഈസ് എ ഫങ്ഷൻ ഓഫ് പി.
അപ്പോൾ ഇതൊരു കോമ്പോസിഷനാണ് എന്തിൻ്റെയൊക്കെയാണ് കാർബൺ മോണോക്സൈഡ് അതായത് ആവറേജ് കാർബൺ മോണോക്സൈഡ് ലെവലിൻ്റെയും പോപ്പുലേഷൻ്റെയും ഒരു ഫങ്ഷനാണ് സി ഓഫ് പി ഓഫ് ടി എന്ന് പറയുന്നത് ഇസ് എ ഫങ്ഷൻ ഇൻ ടി. അപ്പോൾ ഇത് എല്ലാ കേസിലും നമുക്ക് ആവശ്യം വരില്ല, പക്ഷെ ചില കേസുകളിൽ നമുക്കിത് പ്രാക്ടിക്കലി കണ്ടുപിടിക്കണമെങ്കിൽ ഒരെണ്ണം മറ്റേതിൻ്റെ ഫങ്ഷനൊക്കെ ആയി എടുത്തിട്ട് വേണ്ടി വരും ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് നോക്കാം. അപ്പോൾ രണ്ട് ഫങ്ഷൻസ് എഫ് ഓഫ് യുവും ജി ഓഫ് എക്സും, അതിനകത്ത് ഇവരുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നായിരിക്കും. രണ്ടാമത്തെ ഫങ്ഷൻ എന്താണോ അതിൻ്റെ വേരിയബിളിലായിരിക്കും നമ്മളവിടെ ഫങ്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ നോക്കാം, ഇവിടെ നോക്കൂ, നമുക്ക് ഈ തന്നിരിക്കുന്നതിനകത്ത് ഈ താഴത്തെ പാരഗ്രാഫിൽ ഈ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, ഈ എഫ് ഓഫ് ജി ഓഫ് എക്സ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യില്ല. അത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ജി ഓഫ് എക്സ് ആരുടെ ഡൊമെയിനകത്ത് വരണം? എഫിൻ്റെ ഡൊമെയിനകത്ത് വരണം. അതായത് നമുക്ക് ജിയുടെ ഡൊമെയിനിൽ ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്താണെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുന്ന എക്സ് വാല്യൂസിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് വാല്യൂസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ജി കോമ്പോസിഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഷുഡ് ബി ഡിഫൈൻഡ്. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഡിഫൈൻഡ് എന്ന് പറയണമെങ്കിൽ എഫിനകത്ത് എന്ത് വന്നാലും അത് എഫിൻ്റെ ഡൊമെയിനകത്ത് വരുന്ന സാധനമാണ്. അപ്പോൾ ജി ഓഫ് എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് കളക്ഷൻ ഓഫ് ഓൾ ജി ഓഫ് എക്സ്, അല്ലെങ്കിൽ ജി ഓഫ് എക്സിൻ്റെ റേഞ്ച് എന്തിനകത്ത് വരണം? എഫിൻ്റെ ഡൊമെയിനകത്ത് വരണം. അപ്പോൾ നമ്മുടെ ഈ എക്സ് സ്മോൾ എക്സിൻ്റെ വാല്യൂ, സ്മോൾ എക്സ് ഈസ് ഇൻ ദി ഡൊമെയിൻ ഓഫ് ജി ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഇൻ ദി ഡൊമെയിൻ ഓഫ് എഫ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മുടെ എഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിലും ഡിഫൈൻഡ് ആയിരിക്കണം, ജി എക്സിലും ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോഴാണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂവിന് അല്ലെങ്കിൽ ആ ഒരു റെപ്രസെൻറ്റേഷൻ മീനിങ് ഫുൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ വെൻ വി ആർ കൺസിഡറിങ് കോമ്പോസിഷൻ ഓഫ് ടു ഫങ്ഷൻസ്, ദി സെക്കൻഡ് വൺ, അതായത് ആ ഉള്ളിൽ വരുന്ന ഫംഗ്ഷൻ്റെ റേഞ്ച് വലിയ ഫംഗ്ഷൻ്റെ ഡൊമെയിനകത്തായിരിക്കണം എന്നുള്ളതൊരു നമുക്കൊരു ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു മെഷീൻ ഒരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഐഡിയ കറക്റ്റായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു ഫിഗറൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അവർ നോക്കാം, ജിയും എഫ് നമ്മൾ പറഞ്ഞു ഫങ്ഷൻസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബെസ്റ്റ്ലി ആസ് മെഷീൻസ്. അപ്പോൾ നമ്മൾ മെഷീൻസ് ആയിട്ട് അവരെ കൺസിഡർ ചെയ്യുമ്പോൾ ജിക്കകത്തേക്ക് കുറേ ഇൻപുട്ടുകൾ എക്സുകൾ പോകുന്നു. ആ ജി മെഷീനകത്ത് പുറത്തേക്ക് വരുമ്പോൾ അവരാരായിരിക്കും? ജി ഓഫ് എക്സ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ് ഇറ്റ്സ് ട്രാവൽ. ജിയുടെ ഔട്ട്പുട്ട് ജി ഓഫ് എക്സുകളാണ് ഇനി എഫിൻ്റെ ഇൻപുട്ടുകളായി പോകുന്നത്, അതായത് എഫിൻ്റെ ഡൊമെയിനകത്ത്. വെൻ ദീസ് ഇൻപുട്ട്സ് ആർ ഗോയിങ് ത്രൂ എഫിൽ കൂടെ പോയി കഴിയുമ്പോൾ വാട്ട് വി ഗെറ്റ്, ശരിക്കും എക്സ് എന്ന് പറഞ്ഞ ഇൻപുട്ട് എഫിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് എഫ് ഓഫ് എക്സ്. വെൻ വി ആർ ഗിവിങ് ജി ഓഫ് എക്സ് ആസ് എൻ ഇൻപുട്ട്, നമുക്ക് എന്ത് കിട്ടും ഔട്ട്പുട്ടായിട്ട്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആയിട്ട് കിട്ടും. വിച്ച് മീൻസ് കോമ്പോസിഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് ഗിവിങ് എ വാല്യൂ ടു എ ഫംഗ്ഷൻ എഫ്. എഫിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നു, ആ എക്സിന് പകരം നമ്മൾ ജി ഓഫ് എക്സ് കൊടുക്കുന്നതാണ്. മിയർലി വി ആർ സെയിങ് കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് G. Here we have an example, example 1.1.7. Find the composite function or composition of functions f and g. അപ്പോൾ നോക്കുക, എഫും ജിയും സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എഫ് ആൻഡ് ജി എന്ന് പറയും. അല്ലെങ്കിൽ ആ നൊട്ടേഷനെ നമ്മൾ വിളിക്കുക കോമ്പോസിറ്റ് ഫങ്ഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനകത്ത് തന്നിട്ടുണ്ട് എഫ് ഓഫ് യു ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 3u പ്ലസ് 1. എഫ് ഓഫ് യു തന്നിരിക്കുന്നു, ജി ഓഫ് എക്സ് തന്നിരിക്കുന്നു, നമുക്കത് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് +2 ലെവൽ അറിയുന്നവർക്കൊക്കെ ക്ലിയർ ആയിരിക്കും എന്ന് എനിക്കറിയാം. എന്നാലും നമ്മളൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, എഫ് ഓഫ് യു എന്താണ്? യു സ്ക്വയർ പ്ലസ് 3u പ്ലസ് 1. അപ്പോൾ എഫിനകത്ത് എന്ത് കൊടുത്താലും നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ എഫിനകത്തേക്ക് എന്തിട്ട് കൊടുത്താലും അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു, ഇൻറ്റു 3 കണ്ടുപിടിക്കുന്നു, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമുക്കിവിടെ എഫ് ഓഫ്
നമുക്കിവിടെ തരുകയാണേ എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എഫിനകത്ത് ഇപ്പോൾ ഇൻപുട്ട് ആരാണ്? ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ശരിക്കും എന്ത് വരണം? നമുക്ക് ജി ഓഫ് എക്സിൻ്റെ സ്ക്വയർ പ്ലസ് 3 ടൈംസ് ജി ഓഫ് എക്സ് 3 ടൈംസ് ജി ഓഫ് എക്സ് പ്ലസ് 1. അതാണ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് അവർ പിന്നെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ഈക്വൽ ടു എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് 1. അപ്പോൾ ഇവിടെ നോക്കൂ, ഇനി നമുക്കത് എക്സ്പാൻഡ് ചെയ്യാനറിയാം. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് ഈ 3 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക 3x പ്ലസ് 3 പ്ലസ് 1. അപ്പോൾ എല്ലാം കൂടെ കഴിയുമ്പോൾ നമുക്ക് എഗെയിൻ വി ഗെറ്റ് അനദർ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 5. സിമ്പിളാണ്. കോമ്പോസിഷനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന എക്സാമ്പിൾസേ നമുക്കിവിടെ പറയുന്നുള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു ദി നെക്സ്റ്റ് എക്സാമ്പിൾ. അതിന് മുന്നേ നമുക്കിവിടെ ഒരു നോട്ടുണ്ട്, നോക്കി നോക്കാം. നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ഉള്ളത്, എഫും ജിയും തമ്മിൽ തിരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഇതേ കേസ് തന്നെയാണോ ജി ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ? അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ലെറ്റ് us ഫൈൻഡ് ദ ഫങ്ഷൻ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഫങ്ഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നോക്കുക, ജി ഓഫ് എക്സ് എന്താണ്? സോറി, എഫ് ഓഫ് എക്സ് അല്ല, എഫ് ഓഫ് യു. ഓക്കെ, ഇവിടെ എക്സ് അല്ലല്ലോ, യു അല്ലേ? ജി ഓഫ് എഫ് ഓഫ് യു ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? എഫ് ഓഫ് യു പ്ലസ് 1 എന്ന് വരും അല്ലേ? ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ജിക്ക് അകത്ത് എന്തിട്ട് കൊടുത്താലും അങ്ങനെയാണ് കിട്ടിയത്. നമ്മുടെ ഓൺ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക നോക്കൂ. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് യു എന്ത് വരും? എഫ് ഓഫ് യു എന്തായിരുന്നു? യു സ്ക്വയർ പ്ലസ് 3u പ്ലസ് 1 പ്ലസ് 1. എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക? യു സ്ക്വയർ പ്ലസ് 3u പ്ലസ് 2. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് യു. സപ്പോസ് ഇത് രണ്ടും എക്സിലാണെങ്കിൽ പോലും, രണ്ടും ഡിഫൈൻ ചെയ്ത് വരുന്നത് എക്സിനകത്താണെങ്കിൽ പോലും എന്ത് ഈക്വൽ അല്ല? കോമ്പോസിഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും നീഡ് നോട്ട് ബി ഈക്വൽ. അപ്പോൾ ഇവിടെ നോക്കൂ, if g is defined as g of w equal to w plus 1 and f of x defined as x square plus 3x plus 1, നമ്മുടെ നേരത്തെ എക്സാമ്പിൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ g of f of x എന്താണ്? x square plus 3x plus 2. രണ്ടും ഈക്വൽ അല്ല അല്ലേ? വിച്ച് ഈസ് ഇനി രണ്ടും ഈക്വൽ ആകുന്ന പോയിൻറ്റുകൾ എപ്പോഴായിരിക്കും? അത് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ഓൺലി വെൻ എക്സ് ഈക്വൽ ടു -3/2. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. അതെങ്ങനെയാണ്? രണ്ട് പോളിനോമിയലും ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ടത് എഫ് ഓഫ് ജി ഓഫ് എക്സ് നീഡ് നോട്ട് ബി ഈക്വൽ ടു. അപ്പോൾ ഓർത്ത് വയ്ക്കുക. എന്താണ് ഓർത്ത് വയ്ക്കേണ്ട കാര്യം? എഫ് ഓഫ് g of x need not be equal to g of f of x. ഈ ഒരു കാര്യം need not be എന്നാണ് കേട്ടോ. can be equal to but need not be equal to.
need not be equal. Okay. നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ അപ്പോൾ ഇവിടെ നോക്കുക എഫ് ഓഫ് എക്സ് മൈനസ് വൺ ഫൈൻഡ് എഫ് ഓഫ് എക്സ് മൈനസ് വൺ ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x² പ്ലസ് 1/x പ്ലസ് 5. ആക്ച്വലി ഇതും കോമ്പോസിഷൻ ഫംഗ്ഷൻ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോമ്പോസിറ്റ് ചെയ്യുന്നത് എഫിൻ്റെ കൂടെ കോമ്പോസിറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ആയിട്ട് നമുക്ക് ആരെ എടുക്കാം? ജി ഓഫ് എക്സ് ആയിട്ട് ഇവിടെ നമുക്ക് ആരെ എടുക്കാം? ലെറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് വൺ ആയിരിക്കും അല്ലേ? നമുക്ക് എഫിനകത്ത് എന്തിട്ട് കൊടുത്താലും എന്താണ് പുറത്തേക്ക് കിട്ടുക? ഒരു യു ഇട്ട് കൊടുത്താൽ എഫ് ഓഫ് യു എന്നിട്ട് കൊടുത്താൽ 3 × u² + 1/u + 5 എന്ന് കിട്ടും. അപ്പോൾ എഫിനകത്തേക്ക് എക്സ് മൈനസ് വൺ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 × x - 1 the whole square plus 1 divided by x - 1 plus 5 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബ്രാക്കറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്തിട്ട് കൊടുത്താലും ആ ബ്രാക്കറ്റിനകത്തല്ല, ആ ബോക്സിനകത്ത്, ഈ ബോക്സിനകത്തേക്ക് നമ്മൾ എന്ത് ഫില്ല് ചെയ്താലും ഇവിടെയും അതേ ഫില്ലിങ് തന്നെയാണ് നമുക്ക് കിട്ടുക. ആ ബ്ലൂ ബോക്സ് നോക്കുക. അപ്പോൾ എഫ് ഓഫ് ആ ബ്ലൂ ബോക്സ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി, എന്ത് വേണമെങ്കിലും ആവാം, ഒരു എൻറ്റിറ്റി ആയിട്ട് എടുക്കുക. അപ്പോൾ പിന്നെ അങ്ങോട്ട് 3x² അല്ലെങ്കിൽ 3box² + 1/box + 5. അപ്പോൾ ബോക്സിനകത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു അത് തന്നെ നമുക്ക് ഇപ്പുറത്തേക്കൊക്കെ ക്യാരി ഓവർ ചെയ്യാം. അപ്പോൾ നോക്കാം, എക്സ് മൈനസ് വൺ ആണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് വൺ ഇട്ട് കൊടുക്കുമ്പോൾ x - 1² + 1/x - 1 + 5. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിനെയും നമുക്ക് എന്തായിട്ട് എടുക്കാം? കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസിനൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. എനിക്ക് തോന്നുന്നു ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷനും എക്സ്പാൻഷനൊന്നും ഞാൻ ചെയ്യേണ്ടതാണ്. These are simple cases and we have our next example. അപ്പോൾ ഇവിടെ നോക്കുക, എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5/x - 2 പ്ലസ് 4 × x - 2 ദി ഹോൾ ക്യൂബ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? ഫൈൻഡ് ഫങ്ഷൻസ് g of u and h of u such that f of x equal to g of h of x. ആക്ച്വലി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അവരെന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഈ രൂപത്തിലുള്ള ഒരു എഫ് കിട്ടാനായിട്ട് എച്ചും ജിയും എങ്ങനെയൊക്കെ ആയിരിക്കണം? എച്ചിനും ജിക്കും അല്ലെങ്കിൽ എച്ചിനെയും ജിനെയും എങ്ങനെ ഡിഫൈൻ ചെയ്താൽ ജി ഓഫ് എച്ച് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ എഫിനെ ഡിഫൈൻ ചെയ്യാം? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ താഴത്തെ സ്ഥലങ്ങൾ കണ്ടോ? ഈ താഴത്തെ ടേമും ഈ ബ്രാക്കറ്റിനകത്തെ ടേമും നോക്കൂ. രണ്ടും എക്സ് മൈനസ് 2 ആണല്ലേ? നമ്മൾ നേരത്തെ പേജിനകത്ത് ഇവിടെ നോക്കിയേ, എക്സ് മൈനസ് വൺ വന്നപ്പോൾ ഈ എഫ് ഓഫ് എക്സ് മൈനസ് വൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? അതെ, നമ്മൾ എക്സ് മൈനസ് വണ്ണിനെ വേറൊരു ഫംഗ്ഷനായിട്ട്, ഒരു ജി ആയിട്ടൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം എഫ് ഈസ് ഗിവൺ ആസ് in this form 5/x - 2 + 4 × x - 2 whole cube. അപ്പോൾ നമുക്കിവിടെ ജിയും എച്ചും കിട്ടണം. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, മോസ്റ്റ് ഓഫ് യു മേ നോ. എക്സ് മൈനസ് 2 എന്ന് പറയുന്നതിന് നമ്മൾ ഇനി ഇവിടെ നമുക്ക് വേണ്ടത് ആർക്കാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഒരു ഫംഗ്ഷൻ വിൽ ബി 5/x + 4x³ എന്നായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ വിൽ ബി
എക്സ് മൈനസ് 2. ഇതിനകത്ത് ജി ആണോ എച്ച് ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, ഒരു ഫ്രെയിംഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ, അതിനകത്തേക്കാണ് നമ്മൾ എക്സ് മൈനസ് 2നെ കൊടുക്കുന്നത്. അതായത് ഈ അകത്തുള്ള ആളായിരിക്കണം, ആര്, എക്സ് മൈനസ് 2. Therefore h equal to x minus 2 and g equal to 5 by x plus 4x cube. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ നമ്മുടെ ലോജിക് ഉണ്ട്, ബാക്കി നമ്മളൊരു ഊഹത്തിന് അങ്ങ് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ അവർ യു എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നീഡ് നോട്ട് ബി യു ക്യാൻ ഡയറക്റ്റ്ലി പ്രൊവൈഡ് എക്സ്. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് അവർ യു കൊടുത്തിരിക്കുന്നത്. നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ എക്സ് തന്നെ യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ്ഡ് ടു അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സംശയം വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് വേണം? അപ്പോൾ എഫ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എന്ന് മാത്രമല്ല, ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. കാരണം എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് എക്സ് മൈനസ് 2 അല്ലേ? അപ്പോൾ എഫ് എന്ന് പറയുന്നത് എക്സിൻ്റെ മാത്രം ഫംഗ്ഷൻ അല്ല, എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ഫംഗ്ഷനും കൂടിയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ അകത്ത് വരുന്ന ആൾക്ക് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്നും ജി ഓഫ് എക്സ് എന്നോ ജി ഓഫ് യു എന്നോ ജി ഓഫ് ഡബ്ല്യു എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പുറത്തുള്ള ആളുടെ വേരിയബിൾ എന്ത് വേണമെങ്കിലും ആക്കാം. അതെന്തായിട്ട് എടുക്കണം? 5 by x plus 4 by x cube അല്ലെങ്കിൽ 5 by u plus 4u square എന്നും എടുക്കാം. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ദ ഡിഫറൻസ് കോഷ്യൻറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഹാസ് എ ജനറൽ ഫോം. അപ്പം നമുക്കറിയാം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കോഷ്യൻ്റ് ആണിത് നമ്മൾ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഡിഫറൻസ് കോഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, നമുക്ക് കുറച്ച് ഡെറിവേറ്റീവ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അന്നേരം നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ ഓർത്ത് വയ്ക്കുക ഈ ഒരു നൊട്ടേഷൻ. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്, ഈ ഒരു നൊട്ടേഷൻ നമ്മൾ പറയുന്നത് ഡിഫറൻസ് കോഷ്യൻ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ചോദ്യം എന്താണ്? where f is given as a function of x and h is a number, difference quotient will be used in chapter 2. ഞാൻ പറഞ്ഞു നമ്മൾ ഭാവിയിൽ ഡെറിവേറ്റീവ്സിനകത്ത് വരുമ്പോൾ പഠിക്കും. One of the fundamental concept of calculus. Find the difference quotient for f of x equal to x square minus 3x. അതായത് നമ്മുടെ ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നോക്കൂ, ഈ ഡിഫറൻസ് കോഷ്യൻ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ആണല്ലേ, എഫ് ഓഫ് എക്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിച്ച് വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് തുടങ്ങാം. ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വാട്ട് ഈസ് ഗിവൺ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ വരിക? ഇവിടെ തന്നിരിക്കുന്ന രീതിക്കാണെങ്കിൽ എക്സ് പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2xh plus h square minus 3x minus 3h ആണല്ലോ. ഇത് എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 3h ആണത്, മൈനസ് 3x മൈനസ് 3h. ഇനി ഓൾറെഡി മൈനസ് എഫ് ഓഫ് എക്സ് ഉണ്ടല്ലേ, അപ്പോൾ മൈനസ് എഫ് ഓഫ് എക്സിനകത്ത് തന്നിരിക്കുന്ന വാല്യൂ എക്സ് സ്ക്വയർ മൈനസ് 3x ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇനി ഇതിനകത്ത് നോക്കൂ, നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് ഉണ്ട്. ആരൊക്കെ ക്യാൻസൽ ചെയ്ത് പോവുക? ഈ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ ഒരു മൈനസ് 3x ഉണ്ട്, മൈനസ് ഓഫ് മൈനസ് 3x പ്ലസ് 3x അതും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പം മിച്ചം 2xh
പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 3h ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഇവിടെ നിന്ന് കോമൺ ആയിട്ട് നമ്മൾ എച്ചിനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എച്ച് ഇൻറ്റു 2x പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 3h ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ വി ഗെറ്റ് ദിസ് ടേം. എന്തായിരുന്നു? 2x പ്ലസ് എച്ച് മൈനസ് 3. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, we have another example. വീണ്ടും ഒരു എൻവയോൺമെൻറ്റൽ സ്റ്റഡി, നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. ആൻ എൻവയോൺമെൻറ്റൽ സ്റ്റഡി ഓഫ് എ സർട്ടൺ കമ്മ്യൂണിറ്റി suggests that the average daily level of carbon monoxide in air will be C of P equal to 0.5 plus 1 parts as per million when the population P is in thousands. It is estimated that T years from now the population of the community will be P of T equal to 10 plus 0.1 T square thousand. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്നും ആഫ്റ്റർ ടി ഇയേഴ്സ് പോപ്പുലേഷൻ തന്നിട്ടിരിക്കുന്നു, വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം, ആൻഡ് ആവറേജ് ലെവൽ ഓഫ് കാർബൺ മോണോക്സൈഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് പി, അതും തന്നിരിക്കുന്നത് 0.5 P പ്ലസ് 1 എന്ന രണ്ട് ഫങ്ഷൻസ് ആണ്. വൺ ഈസ് ഇൻ പി ആൻഡ് അനദർ വൺ ഈസ് ടി, ആൻഡ് പി ഈസ് എ ഫങ്ഷൻ ഓഫ് ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, express the level of carbon monoxide in the air as a function of time. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ഡു ഈസ് സി ഓഫ് പി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത് സി ആസ് എ ഫങ്ഷൻ ഓഫ് പി ആണ്. വി നീഡ് ടു ചേഞ്ച് സി ആസ് എ ഫങ്ഷൻ ഓഫ് ടി, ദാറ്റ് ഈസ് സി ഓഫ് പി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ. ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് when will the carbon monoxide level reaches 6.8 parts per million? when എന്ന് പറയുമ്പോൾ at which time? അപ്പോൾ സി ഓഫ് പി ഓഫ് ടി കണ്ടിട്ട് വിച്ച് ഈസ് അതിനെ നമുക്ക് 6.8മായി ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതുന്നു. അതായത് കാർബൺ മോണോക്സൈഡ് ലെവൽ എന്ന് പറയുന്നത് സി ഓഫ് പി ഈക്വൽ ടു 0.5 പി പ്ലസ് 1 ആണ്. പി ഈസ് റിലേറ്റഡ് ബൈ ദ വേരിയബിൾ ടി ബൈ എൻ ഇക്വേഷൻ പി ഓഫ് ടി ഈക്വൽ ടു 10 പ്ലസ് 0.1 ടി സ്ക്വയർ. അപ്പോൾ നോക്കുക, സി ഓഫ് പി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 0.5 പി പ്ലസ് 1 ആണ്. അപ്പോൾ നമ്മളിവിടെ സി ഓഫ് പി is given as 0.5 P plus 1. Also given P of T equal to 10 plus 0.1 T square, which is equal to 0.5 into P ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 10 plus 0.1 T square plus 1. അപ്പോൾ എന്താ കിട്ടുക? 10 into 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 5 അല്ലേ? 5 പ്ലസ് 0.5 ഇൻറ്റു 0.1 0.05 T square plus 1. What we get? 5 plus 1 6 plus 0.05 T square. 6 plus 0.05 T square. ഇതാണ് സാധനം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താണ് സി ഓഫ് പി, അല്ലെങ്കിൽ ശരിക്കും നമ്മളപ്പോൾ അവിടെ എഴുതേണ്ടത് ഈ കാണിച്ചിരിക്കുന്ന പോലെ സി ഓഫ് പി ഓഫ് ടി എന്നാണ്. സി ഓഫ് പി ഓഫ് ടി ഈക്വൽ ടു 6 പ്ലസ് 0.05 ടി സ്ക്വയർ. ഇനി നമുക്ക് എന്ത് വേണം? ഫോർ വാട്ട് വാല്യൂ ഓഫ് ടി? സി ഓഫ് പി ഓഫ് ടി ഏത് ടി വാല്യൂവിനാണ് സി ഓഫ് പി ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 6.8.
6.8 എന്ന് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? 0.05 t² പ്ലസ് 6 ഈക്വൽ ടു 6.8 എന്ന് എഴുതുക. എന്നിട്ട് അവിടെ നിന്ന് ഈ 6നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.05 t² ഈക്വൽ ടു 0.8 എന്ന് കിട്ടും. എന്നിട്ട് ഈ 0.5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇനി കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നേ ഉള്ളൂ. t² ഈക്വൽ ടു 0.8 ഡിവൈഡഡ് ബൈ 0.05 നമ്മൾ ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. അപ്പോൾ 16 നമുക്ക് അപ്പോൾ t ഈക്വൽ ടു √16. വി ഹാവ് 2 ഓപ്ഷൻസ് 4 ആൻഡ് -4. സിൻസ് ടൈം ഈസ് നോൺ നെഗറ്റീവ് വാല്യൂ, അപ്പോൾ t ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടുള്ളൊരു ഓപ്ഷൻ t ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ആഫ്റ്റർ 4 ഇയേഴ്സ് 4 വർഷം കഴിയുമ്പോൾ കാർബൺ മോണോക്സൈഡ് ലെവൽ 6.8 പാർട്സ് പെർ മില്യൺ ആയിരിക്കും. അപ്പോൾ 6.8 പാർട്സ് പെർ മില്യൺ ആകുന്നത് ആഫ്റ്റർ 4 ഇയേഴ്സ് ആണ്. t ഈക്വൽ ടു 4 ആകുമ്പോഴാണ്. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ആദ്യം കോമ്പോസിഷൻ ആക്കി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷേ ഫംഗ്ഷൻ കോമ്പോസിഷൻ എന്ന് പറഞ്ഞത് ഒരു ഫംഗ്ഷൻ മറ്റേതിനെ എൻവലപ്പ് ചെയ്ത പോലെയാണ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഒന്നിനകത്ത് മറ്റേത് കയറിയിരിക്കുന്നത് പോലെയാണ് ഉണ്ടാവുക. അതിനകത്ത് ഇൻറ്റീരിയറിലുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻസൈഡ് ഫംഗ്ഷൻ്റെ റേഞ്ച് പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഡൊമൈനകത്ത് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കേണ്ട ആവശ്യമില്ല. നോർമലി അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് ജസ്റ്റ് കോമ്പോസിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാനേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും ഡിഫിക്കൽട്ട് എക്സാമ്പിൾ, ഏറ്റവും ലാസ്റ്റ് എക്സാമ്പിൾ എന്നും പറഞ്ഞ് തന്നിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ യുവിലോ എക്സിലോ വിയിലോ ഡബ്ല്യൂയിലോ എന്തിനു വേണമെങ്കിലും ആവാം, രണ്ടും സെയിം വേരിയബിളിലായിരിക്കാം. അപ്പോൾ ആദ്യം അകത്തുള്ള ഫംഗ്ഷൻ പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് അങ്ങോട്ട് പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഓരോ എക്സിന് പകരം അകത്തുള്ള ഫംഗ്ഷൻ്റെ ആ ഫോം തന്നെ അങ്ങോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ അതിനകത്ത് കട്ട് ചെയ്ത് കളയാനുള്ളതോ കോമൺ ടേംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുമിച്ച് എഴുതി അതിനൊന്നും കൂടി ഷോർട്ടൻ ചെയ്ത് ഭംഗിയായിട്ട് എഴുതുക. അതാണ് ഫംഗ്ഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസിനകത്ത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതിനകത്ത് എക്സസൈസ് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.